ബംഗളൂരുവിൽ യുവതിയും പങ്കാളിയും ചേർന്ന് സ്വന്തം മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. സംഭവം നടന്ന് 3 മാസത്തിനു ശേഷമാണ് കൊലപാതക വിവരം പുറം ലോകമറിഞ്ഞത്. കുട്ടിയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്ന് പിതാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മാർച്ച് 24-നാണ് 5 വയസ്സുകാരിയായ വെണ്ണിലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ അപ്രതീക്ഷിത മരണത്തെക്കുറിച്ച് എല്ലാവരും ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ വിചിത്രമായ ഉത്തരങ്ങളാണ് അമ്മയായ പ്രിയങ്ക അന്ന് നൽകിയത്. കുട്ടിക്ക് ബിരിയാണി നൽകി ഉറക്കാൻ കിടത്തിയെന്നായിരുന്നു ആദ്യം ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ പിന്നീട് ഐസ്ക്രീം നൽകിയെന്നും AC ഓൺ ചെയ്ത കാറിൽ ഉറക്കാൻ കിടത്തി രാവിലെ നോക്കിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും മാറ്റി പറഞ്ഞു. എന്നാൽ പിന്നീട് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. കുട്ടിയുടെ പിതാവ് പ്രവീൺ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ബന്ധുവിന് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറി. ആ പരിശോധനയിൽ കുട്ടി ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് കണ്ടെത്തിയതോടെ പിതാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ക്രൂരമായ അതിക്രമത്തിനിരയായാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടത്. ഇരുവരും ചേർന്ന് പെൺകുട്ടിയുടെ വയറ്റിൽ ചവിട്ടിയെന്നും ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. 2007-ലായിരുന്നു ദാവൻഗരെ സ്വദേശിയായ പ്രവീണിന്റെയും ബംഗളൂരു സ്വദേശിയായ പ്രിയങ്കയുടെയും വിവാഹം. ദമ്പതികൾക്ക് 17 വയസ്സുള്ള മറ്റൊരു മകൾ കൂടിയുണ്ട്. കോളേജ് സുഹൃത്തായ മോഹനനുമായി കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് അഭിഭാഷകയായ പ്രിയങ്ക അടുപ്പത്തിലാകുന്നത്. ഇരുവർക്കും ഒരുമിച്ച് ജീവിക്കുന്നതിനായി പ്രവീണിനോട് വിവാഹമോചനത്തിന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് ചെറിയ മകളെ ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയത്. കേസിൽ പ്രിയങ്കയുടെ പങ്കാളിയായ മോഹനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിലുള്ള പ്രിയങ്കയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.